അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ കുറിച്ച് അവിടുന്ന് പറയുമ്പോ അല്ലാഹുവേ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ, ആരാധിക്കണേ. വലാ തുശ്രികൂ ബിഹി ശൈആ. അല്ലാഹുവിനോട് നിങ്ങൾ ഒന്നിനോടും പങ്കു ചേർക്കാൻ പാടുള്ളതല്ല. ഒന്നിനോടും അല്ലാഹുവിനെ നിങ്ങൾ പങ്കു ചേർക്കരുത്. ഇന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് അവിടുന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിധാനമെന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതല്ലേ? പൊന്നുമോനെ, നിന്റെ സ്വർഗ്ഗമെന്ന് പറയുന്നത് ആ മാതാവിന്റെ കാൽ കീഴിലാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. യുടെ മാതാപിതാക്കളുടെ കാഴ്കീഴിലാണ് നിന്റെ സ്വർഗമെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മാതാവ് സ്വർഗമാണെങ്കിലോ ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വാതിലാണ് നിന്റെ പിതാവെന്ന് പറയുന്നത്. അല്ലാഹുവേ, മഹാനായ തഅവ ഉസ്താദ് അവിടുന്ന് പാടിയത് എന്താണെന്നറിയുമോ? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവരാണേ. ഈ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണേ. മഹാനായ തഅവ ഉസ്താദ് അവിടുന്ന് പാടിത്തരുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയും ഉപ്പയും എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു ആശ്വാസമാണ്. അല്ലാഹുവേ, മാതാപിതാക്കളെ മരണപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോട്, വാപ്പയില്ലാത്തതിന്റെ ദുഃഖം നമുക്കറിയാം, ഉമ്മയില്ലാത്തതിന്റെ ദുഃഖം നമുക്കറിയാം. അവർ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ആശ്വാസ കേന്ദ്രമാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ ഇറങ്ങിപ്പോകുമ്പോഴും അവരുടെ ഒരു ദുആയുണ്ടല്ലോ. എവിടെ ഇറങ്ങിപ്പോയാലും നമുക്ക് വല്ലാത്തൊരാശ്വാസമാണ്. എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, എന്റെ വാപ്പ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. അല്ലാഹുമായി സംസാരിക്കാൻ വേണ്ടി തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കടന്നു പോകുമ്പോ അവിടുന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് കടന്നു പോവുകയാണ്. മലയുടെ മുകളിലേക്ക് അവിടുന്ന് കേറി പോകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് താഴേക്ക് വീഴുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് താഴേക്ക് വീഴുകയാണ്. അല്ലാഹുവേ, ആ സമയത്ത് അല്ലാഹു തആല അവിടുന്ന് പറയുന്നുണ്ട്, മൂസാ, ഇന്നലെ വരെയും ഇവിടേക്ക് നീ കടന്നു വരുന്ന സമയത്ത് നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ നിന്റെ ഉമ്മയുണ്ടായിരുന്നു. ഇന്നലെ വരെയും നിനക്ക് പ്രാർത്ഥിക്കാൻ ഉമ്മയുണ്ടായിരുന്നു. ഇന്നലെ നിന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. ഇന്നലെ നിന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. ആ ഒരു ദുആ അവിടെ വെച്ചുകൊണ്ട് മുറിഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ട് മൂസാ, ഈ മലയുടെ മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് ദുആ ചെയ്തിട്ട് കയറി വരണേ മൂസാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടുന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ വലിയ വിജയമാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ഒരിക്കലും മാതാപിതാക്കളുടെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കാതെ പോകരുത്. കളിക്കാൻ പോകരുതെന്ന് പറഞ്ഞാ പോകല്ല മക്കളെ.
അതേപോലെ മാതാപിതാക്കള് പറയുന്നത് നിങ്ങൾ അനുസരിക്കണേ, ഇന്നത് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ ചെയ്യില്ലേ പ്രിയപ്പെട്ടവര്. അല്ലാഹുവേ, അതിന്റെ വലിയ ഫലം എന്താണെന്നറിയുമോ? ഫളൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഫളൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് കൂട്ടുകാര് വന്നിട്ട് ഫളൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, ഫളലേ, ഞങ്ങളെല്ലാവരും അതാ ഉംറ ചെയ്യാൻ വേണ്ടി പോവുകയാണ്, മക്കത്ത് പോവുകയാണ്, കഅബ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഫളലേ, നീ വരുന്നോ? ഫളലേ, അതാ ഫളലിന്റെ കൂട്ടുകാരന്മാര് വന്നുകൊണ്ടതാ വിളിക്കുകയാ. ഫളലിന്റെ കൂട്ടുകാരന്മാര് വന്നുകൊണ്ട് വിളിക്കുകയാണ്. ഫളൽ അവിടുന്ന് കൂട്ടുകാരോട് പറയുന്ന, കൂട്ടുകാരാ, എന്റെ വീട്ടിൽ ഉമ്മ തനിച്ചാ ഉള്ളത്, ഉമ്മയോട് ചോദിക്കാതെ കണ്ടെനിക്കൊന്നും പറയാൻ സാധിക്കില്ല. അവിടുന്ന് അതാ ഉമ്മയുടെ മുന്നിലേക്ക് ഫളൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ ചെന്നുകൊണ്ട് പറയുകയാണ്, ഉമ്മ, എനിക്ക് മക്കത്ത് വരെ പോകേണ്ടതുണ്ട്, എനിക്ക് ഉംറ ചെയ്യാൻ പോകേണ്ടതുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കഅബാലയം ഒന്ന് കാണാറ്, എല്ലാ മുസ്ലിമീങ്ങളും തിരിഞ്ഞു നിസ്കരിക്കുന്ന കഅബാലയമുണ്ടല്ലോ, സയ്യിദനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് വേണ്ടി സമർപ്പിച്ച ആ കഅബാലയം ഒന്ന് കാണാൻ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, ആഗ്രഹമാണ്. അതുകൊണ്ട് എന്റെ കൂട്ടുകാരുമൊത്തുകൊണ്ട് ഞാൻ ഉംറയ്ക്ക് പോകട്ടെ ഉമ്മ. ഉമ്മയോട് അവിടുന്ന് ചോദിക്കുന്ന സമയത്ത് ഉമ്മ പറയുന്ന, മോനെ ഫളലേ, വീട്ടിൽ ഉമ്മ മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഫളലേ, അതുകൊണ്ട് ഇപ്പൊ നീ ഉംറയ്ക്ക് വേണ്ടി പോകണ്ട എന്ന് പറയുമ്പോ അതാ ചെറുപ്പക്കാരുടെ മുന്നിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഫളൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, പൊന്നു കൂട്ടുകാരാ, ഉമ്മ സമ്മതിച്ചിട്ടില്ല, ഉമ്മ സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ട് എന്റെ വരവ് നടക്കുമെന്നറിയില്ല. കൂട്ടുകാരവിടുന്ന് പറയുന്ന, ഫളലേ, നിന്റെ ഉമ്മ എന്താ ഈ പറയുന്നത്? നമ്മൾ കള്ളു കുടിക്കാൻ പോകുന്നതല്ലല്ലോ, പെണ്ണ് പിടിക്കാൻ പോകുന്നതല്ലല്ലോ, ഒരു അനാശ്വാസത്തിലേക്കും കടന്നു പോകുന്നതല്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ഒന്ന് കാണാറ്, അവിടെ ചെന്നുകൊണ്ട് ഉംറ ചെയ്തുകൊണ്ട് തിരിച്ചു വരാറ്, ഇത്രയും മഹത്തമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഫളലേ, ഒരു വട്ടം കൂടി നിന്റെ ഉമ്മയിടക്ക് പോയി നീ ചോദിച്ചിട്ട് വാ, ഒരു വട്ടം കൂടി നിന്റെ ഉമ്മയുടെ കിലൊന്ന് പോയി ചോദിച്ചിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഫളൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് അനുവാദം മേടിക്കാൻ വേണ്ടിയിട്ട് കടന്നു പോകുമ്പോ ഉമ്മ എവിടുന്ന് പറയുന്നു, ഇല്ല, പോകാൻ സാധിക്കില്ല, ഇന്ന് പോകാൻ സാധിക്കില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഇവിടുന്ന് പോകാൻ സാധിക്കില്ല. ആ ഫളൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ടൊരു മൂലയിലേക്ക് മാറിപ്പോവുകയാണ്. തന്റെ കൂട്ടുകാർ മുഴുവനും ഉംറയ്ക്ക് പോയി. സുബ്ഹാനല്ലാഹ്, പാതിരാത്രിയായപ്പോ കുറെ സമയങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോ ഫളൽ കരഞ്ഞ കണ്ണുമായിട്ട് ഉമ്മാന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, ഉമ്മ, എനിക്ക് എന്റെ കൂട്ടുകാരുമൊത്ത് പോകേണ്ടതുണ്ട്, കഅബാലയം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്, അല്ലാതെ കണ്ടൊരു തെറ്റുകളിലേക്കുമല്ല ഞാൻ പോകുന്നത്, അതുകൊണ്ട് കഅബ കാണാൻ ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഫളൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഉമ്മയോട് പറയാതെ, ഉമ്മ പറഞ്ഞതനുസരിക്കാതെ കണ്ടിറങ്ങി പോവുകയാണ്. അവിടുന്ന് അങ്ങനെ നടന്ന് കടന്നങ്ങനെ പോകുമ്പോ അല്ലാഹുവേ, തന്റെ കൂട്ടുകാരെ കാണുന്നില്ല, അവരങ്ങ് നടന്ന ദൂരെ എത്തി, അവരെങ്ങോ എത്തിയിട്ടുണ്ട്. ഫളൽ നടന്നു പോകുമ്പോ രാത്രിയായല്ലോ. രാത്രിയായപ്പോ ഫളലിന് വല്ലാത്ത സങ്കടമായി. ഒറ്റപ്പെട്ടു പോയല്ലോ റബ്ബേ, ഒറ്റപ്പെട്ടു പോയല്ലോ റബ്ബേ. ഫളലിന്റെ ഉള്ളിന് വല്ലാത്ത വേദനയാണ്, വല്ലാത്ത ഭയം കടന്നു വരികയാണ്. ആ സമയത്താണ് ഫളൽ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരു പള്ളി അവിടെ കാണുകയാണ്, ഒരു മസ്ജിദ് കാണുകയാണ്. വല്ലാത്ത ആശ്വാസമായി. ഫളൽ പറഞ്ഞു, എന്നാൽ ഇവിടെ കയറി നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ യാത്ര തിരിക്കാം. അവിടുന്ന് ഫളൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്.
ആ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. പള്ളിയുടെ ഉള്ളിലേക്ക് കയറി ഒന്നുകൊടുത്തുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ നാട്ടിൽ ഒരു സംഭവം നടക്കുന്നു. ആ നാട്ടിൽ അതാ ഒരു സംഭവം നടക്കുകയാണ്. വലിയൊരു മോഷണം അവിടെ നടന്നു. ജനങ്ങൾ മുഴുവനും അതാ കള്ളനെ ഇട്ട് ഓടിക്കുകയാണ്. കള്ളനോടി കയറിയത് പള്ളിയിലാണ്. പള്ളിയിലോട്ടാണ് കള്ളനോടി കയറിയത്. ജനങ്ങൾ മുഴുവനും കണ്ടത് കള്ളനോടി കയറുന്നത് പള്ളിയിലേക്കാണ്. ജനങ്ങൾ മുഴുവനും അവിടുന്ന് ഓടി വരുമ്പോഴേക്കും അതാ കള്ളം പള്ളിയിൽ നിന്നും വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ജനങ്ങൾ വന്നു നോക്കുമ്പോ അതാ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാ. ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതാണ് കാണുന്നത്. ജനങ്ങളെല്ലാവരും അവിടെ വന്നുകൊണ്ട് ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് വന്നിട്ട് കൈകെട്ടി നിൽക്കുന്ന ഫളൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുകയാ, ഇവനാ കള്ളൻ, ഇവനാ ഓടി വന്ന് കേറിയത്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഫളൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് പറയുകയാണ്, ഞാൻ കള്ളനല്ല, ഞാൻ കള്ളനല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്, അല്ലാതെ ഞാൻ കള്ളനല്ല എന്ന് പറയുമ്പോ ജനങ്ങൾ അവിടുന്ന് പറയുന്ന, മോനെ, എല്ലാ കള്ളന്മാരും ഇത് തന്നെയാ പറയുന്നത്, എല്ലാ കള്ളന്മാരും ഇത് തന്നെയാ പറയുന്നത്. അല്ലാഹുവേ, എല്ലാവരും കൂടി പൊതുരെ തല്ലുകയാണ്. ഫളൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തല്ലുകയാണ്. മാത്രമല്ല കേട്ടോ, ആ ചെറുപ്പക്കാരന്റെ രണ്ട് കൈയും മുറിച്ചു കളയുകയാണ്, രണ്ട് കാലും മുറിച്ചു കളയുകയാണ്. ഒരിക്കലും ഇവൻ മോഷ്ടിച്ചു പോകരുത്, ഒരാളുടെയും സമ്പത്ത് മോഷ്ടിച്ചു പോകരുത്. അല്ലാഹുവേ, വല്ലാത്ത അദാബായി പോയല്ലോ. രണ്ട് കാലും രണ്ട് കൈയും അവിടുന്ന് മുറിക്കുകയാണ്. അതാ ജനങ്ങളെ പൊക്കിയെടുത്തു കൊണ്ടുപോവുകയാണ്. എടാ, നിന്റെ വീട് എവിടാണെന്ന് ചോദിക്കുമ്പോ സ്ഥലം പറഞ്ഞു കൊടുത്തു. ഇന്ന സ്ഥലത്താണ് എന്റെ വീടുള്ളത്. അവിടേക്ക് കൊണ്ടുപോയി വാതിൽക്കിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ആ സമയത്ത് കതക് തുറന്നിട്ട് ഉമ്മ ഇറങ്ങി വരുന്നു. ഉമ്മ ഇറങ്ങി വരുന്ന സമയത്തതാ ജനങ്ങൾ പറയാ, നിന്റെ മകനായി കിടക്കുന്നത് അവനൊരു കള്ളനാട്, അവനൊരു കള്ളനാട്. അല്ലാഹുവേ, ആ സമയത്തതാ ഉമ്മ അവിടുന്ന് കൊണ്ട് പറയുന്നു, എന്റെ മകനൊരു കള്ളനല്ല, അവൻ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. എന്റെ മകന് കള്ളനല്ല, കള്ളനല്ല. സുബ്ഹാനല്ലാഹ്. അവിടെ കടന്നുകൊണ്ട് ഫളൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, ഉമ്മീ, ഞാനായി കിടക്കുന്നത്, ഞാനായി കിടക്കുന്നതുമ്മ, എന്നെ അതാ കള്ളനെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൈയും കാലും മുറിച്ചിട്ടിരിക്കുകയാണ്. എന്തൊരവസ്ഥയാണ് എന്റെ ചെറുപ്പക്കാരാ. ഉമ്മാന്റെ വാക്ക് കേൾക്കാതെ പോയതിനു വേണ്ടി അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമല്ലേ ഇതാ എന്റെ ചെറുപ്പക്കാരാ നമ്മുടെ ജീവിതത്തിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര സംഭവങ്ങളാണെന്നറിയുമോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന സമയമുണ്ടല്ലോ, അവര് നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഓരോ സമയങ്ങളുമുണ്ടല്ലോ, അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കണല്ലേ, മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ നമുക്ക് തണലാണ്. ഉപ്പ ഉപ്പ എന്ന് പറയുമ്പോ ഉമ്മയെ കുറിച്ച് പറയുമ്പോ ഉപ്പാനെ നമ്മൾ തള്ളി പറയും, അല്ലെങ്കിൽ ഉപ്പാനെ കുറിച്ച് നമ്മൾ പറയൽ വളരെ കുറവായിരിക്കും. എന്നാൽ ഉപ്പ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഉപ്പ വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഉമ്മയെ പോലെ ഉപ്പ അതിനേക്കാളും ഉപരി ഒരുപാട് സ്വാധീനമാണ് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്നത്. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, വെയിൽ കൊള്ളുന്നു, മഞ്ഞു കൊള്ളുന്നു, എന്ത് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളിലൊതുക്കിയിട്ട് ഒരു പുഞ്ചിരിയോടുകൂടി നടന്നു പോകുന്ന ആളാണ് നമ്മുടെ ഉപ്പ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അതാണ് നമ്മുടെ ഉപ്പമാരെന്ന് പറയുന്നത്. സാധാരണ ഒരു വാക്കുണ്ട്, വെയിലിന്റെ ചൂടും ഉപ്പാന്റെ ചൂടും അത് കൊള്ളാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സൗഭാഗ്യമാ.
അത് കൊള്ളാൻ പഠിച്ചില്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടാണെന്ന് പറയലുണ്ട്. അത് സത്യമായ ഒരു കാര്യം തന്നെയാണ് അല്ലെ? രണ്ട് ചൂടും കൊള്ളാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വെളിച്ചം കിട്ടും, ഇല്ലെങ്കിൽ ഇരുളായിരിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വന്നൊരു മനോഹരമായ ഒരു ചരിത്രമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവേ മക്കയുടെ രാജാതിയാകുന്ന ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹാ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിലേക്ക് അതാ ഒരു ആഗ്രഹം കടന്നു വരികയാണ്. മുഹമ്മദ് എന്ന് പറയുന്ന അല്ലമീൻ എന്ന് പറയുന്ന എല്ലാവരും വിളിക്കുന്ന ആ അല്ലമീനയും വിവാഹം കഴിക്കാൻ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടാവുകയാണ്. അവിടുന്ന് വിവാഹത്തിന്റെ ആലോചനകൾ നടന്നു. വിവാഹത്തിന്റെ സമയമായി, വിവാഹം നടക്കാൻ പോവുകയാണ്. അല്ലാഹുവേ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പുതിയാപ്പിള അവിടുന്ന് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പുതിയാപ്പിള കടന്നു വന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടില് മക്കയിലെ എല്ലാ പ്രമാണിമാരും അവിടെയുണ്ട്. എല്ലാ പ്രമാണിമാരും അവിടെയുണ്ട്. ആ പ്രമാണിമാർ അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, ഈ ഖദീജക്ക് എന്ത് സംഭവിച്ചു പോയി, ഈ ഖദീജക്ക് എന്ത് സംഭവിച്ചു പോയി. മുഹമ്മദ് എന്ന് പറയുന്ന ദരിദ്രനായ യതീമായ ഒരു മനുഷ്യനെ വിവാഹം കഴിക്കാൻ ഖദീജക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ എന്ന് ആ മക്കയിലെ പ്രമാണിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കിടന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ കുടുംബവും അവിടെ കടന്നു വന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ പന്തലിട്ടു, നല്ല ആഘോഷമാണ്, നല്ല സദ്യകളുണ്ട്. ആ കാലഘട്ടത്തിൽ ഏത് രൂപത്തിലാണോ വിവാഹമുള്ളത്, ആ രൂപത്തിൽ അവിടെ കല്യാണം നടക്കുകയാണ്, വിവാഹം നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ന് മുഹമ്മദ് ഒരു പ്രവാചകനല്ല, അല്ലമീൻ എന്ന ജനങ്ങളെ മുഴുവൻ പ്രശംസിച്ചുകൊണ്ട് വിളിക്കുകയെന്ന ഏറ്റവും ശുദ്ധ മനസ്സുള്ള ഒരു ചെറുപ്പക്കാരനാ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള നിക്കാഹ് അവിടെ കഴിഞ്ഞു. എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ പന്തലിൻ്റെതായ ഒരു കമ്പില് ചാരിക്കൊണ്ടു ഒരു പടുവൃത്തിയായ ഒരു തള്ള, ഒരു പടുവൃത്തിയായ ഒരു ഉമ്മ അതാ പന്തലിന്റെ ഒരു കമ്പിൽ പിടിച്ചുകൊണ്ട് ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. ആ പന്തലിന്റെ കമ്പിൽ പിടിച്ചുകൊണ്ട് ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും നോക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നടന്ന ഉമ്മാന്റെ മുന്നിലേക്ക് പോവുകയാണ്. നുരുമ്പിച്ച വസ്ത്രമിട്ടുകൊണ്ട്, അല്ലാഹുവേ, അസ്ഥിപഞ്ജരമായിട്ട് തേനൊട്ടി പോകുന്ന കവിൾത്തടവുമായി എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മ വന്നുകൊണ്ട് അവിടെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ അവിടത്തേക്ക് കടന്നു പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അവിടെ കരഞ്ഞുകൊണ്ട്, അല്ലാഹുവേ, അവിടുന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്, ഉമ്മീ, എന്റെ ഉമ്മയാണല്ലോ ഈ വന്ന് നിൽക്കുന്നത്, എന്റെ ഉമ്മയാണല്ലോ ഈ വന്ന് നിൽക്കുന്നത്. അല്ലാഹുവേ, ഓടി ചെന്നുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കടന്നു വരികയാണ്. മുഹമ്മദേ, ആരാ മുഹമ്മദ്? ഈ നിൽക്കുന്നത് ആരാ മുഹമ്മദ്? അല്ലമീനെ, ഇതാരാ വന്ന് നിൽക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, എന്റെ ഉമ്മയാ വന്ന് നിൽക്കുന്നത്, എന്റെ ഉമ്മയായി വന്ന് നിൽക്കുന്നത്. അവിടുന്ന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുകയാണ്, അല്ലമീനെ,
നിങ്ങളുടെ ഉമ്മ പണ്ടേ മരണപ്പെട്ടു പോയല്ലോ, നിങ്ങൾ യതീമാണല്ലോ, വാപ്പയുമില്ല ഉമ്മയുമില്ല, പിന്നെ ഏതായി വന്ന് നിൽക്കുന്നത്? അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, ഖദീജ, അവർക്ക് നല്ലൊരു വസ്ത്രം നിങ്ങൾ കൊടുത്തു നോക്ക്, അവർക്ക് നല്ലൊരു വസ്ത്രം നിങ്ങൾ കൊടുക്കണേ, നല്ല ഭക്ഷണം നിങ്ങൾ കൊടുക്കണേ, അവരെയൊന്ന് കുളിപ്പിക്കണേ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, മുഹമ്മദേ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായി നിങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണിത്, നിങ്ങൾ ആദ്യമായി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണിത്, അത് ഞാൻ വേണ്ടതുപോലെ ചെയ്തു കൊള്ളാം. ആരാണ് മുഹമ്മദ്? ആരാണ് അൽ-അമീനേ? ഈ വന്നു നിൽക്കുന്നതാരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, എന്നെ 2 വർഷക്കാലം മുലയൂട്ടി വളർത്തിയിരിക്കുന്ന ബീവി ഹലീമ, ഇത് ഹലീമ ബീവിയാ വന്നത്, എന്റെ പോറ്റുമ്മയാ വന്നത്, എനിക്ക് പാല് തന്ന എന്റെ പോറ്റുമ്മയായി വന്നു നിൽക്കുന്നത് ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന് പറയുന്ന സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കരഞ്ഞു കണ്ടുകൊണ്ട് ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, വസ്ത്രം കൊടുത്തു, നല്ല കുളിച്ചൊരുങ്ങി നല്ല സുന്ദരിയായി കൊണ്ട് തിരിച്ചു കടന്നു വരികയാണ്. അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് തിരിച്ചു മടങ്ങി പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹലീമ ബീവിയോട് പറയുകയാണ്, ഉമ്മാ, വെറും കയ്യോടെ പോവുകയാണോ ഉമ്മ? ഈ മകന്റെ മുന്നിൽ വന്നിട്ട് വെറും കയ്യോടെ തിരിച്ചു പോവുകയാണോ ഉമ്മ? നിങ്ങളുടെ കാലിൽ ഒരു ചെരുപ്പ് പോലും ഇല്ലല്ലോ ഉമ്മ, നിങ്ങൾ നടന്ന് നടന്ന് നിങ്ങളുടെ കാല് പോലും പൊട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ വിടുകയില്ല, ഇങ്ങനെ ഞാൻ വിടുകയില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, ഖദീജ, ഉമ്മാക്ക് വല്ലതും കൊടുക്കണേ ഖദീജ, ഖദീജ വല്ലതും കൊടുക്കണേ ഖദീജ. അല്ലാഹുവേ, എന്നെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, എന്റെ പെങ്ങളെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വാക്ക് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാ പൊന്നുമോളെ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? മുഹമ്മദ് നബിയേ, അൽ-അമീനേ, ഞാൻ മക്കത്തെ രാജാതിയാണ്, ഒരുപാട് സ്വത്ത് എനിക്കുണ്ട്, ഒരുപാട് കോടാനകോടി സ്വത്തുക്കൾ എനിക്കുണ്ട്, പക്ഷേ ഇന്ന് മുതൽ നമ്മുടെ ആ സ്വത്ത് എന്ന് പറയുന്നത്, അതിൽ നിന്ന് നമുക്ക് നിന്റേതാണ് എന്റേതാണെന്നുള്ള വേർതിരിവില്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം. ഇന്ന് മുതൽ ഈ സ്വത്തുക്കൾ മുഴുവനും നിങ്ങൾക്കുള്ളതാ മുഹമ്മദ് എന്ന് സയ്യിദത്തിനാ ഖദീജത്തുൽ കുബ്രാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, അല്ലാഹുവേ, നമ്മുടെ സമ്പത്തിന് വേണ്ടിയിട്ട് കടമത്സരം നടത്തുകയല്ലേ, കണക്കുകൾ പറഞ്ഞുകൊണ്ട് കുടുംബജീവിതം മുഴുവനും തകർത്തെറിയുന്ന എത്ര ജീവിതങ്ങളുണ്ട്. പണത്തിന് വേണ്ടിയിട്ട് മക്കളെ കൊല്ലുന്നില്ലോ, പണത്തിന് വേണ്ടിയിട്ട് മക്കളെ അകറ്റി നിർത്തുന്നില്ലോ, പണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ ഇറക്കി വിടുന്നില്ലോ, ഭാര്യ നമ്മൾ നീക്കിക്കൊല്ലുന്നില്ലോ. എന്തെല്ലാം സംഭവങ്ങളാണ്, എന്തെല്ലാം അറപ്പും വെറുപ്പും ഉളവാക്കുന്ന സംഭവങ്ങളാണ് അല്ലാഹുവേ നമ്മുടെ ഇടയിൽ സംഭവിച്ചു പോകുന്നത്. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഈ മഹത്തായ ചരിത്രമൊന്ന് പഠിച്ചു നോക്കണമടാ പൊന്നുമോനെ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുന്ന, മുഹമ്മദേ, ഇന്ന് മുതൽ എന്റെ സമ്പത്ത് നിങ്ങൾക്കുള്ളതാണ്, എന്ത് വേണമെങ്കിലും കൊടുത്തോ. ഉമ്മാനെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, ആ മലയുടെ ചെരുവിൽ നിൽക്കുന്ന ആട്ടിൻപറ്റമുണ്ടല്ലോ, അത് മുഴുവനും നിങ്ങൾക്കുള്ളതാണ് ഉമ്മ.
അത് മുഴുവനും നിങ്ങൾക്കുള്ളതാ. ആ മലയുടെ ചെവിലുള്ള ആട്ടുംപറ്റം മുഴുവനും നിങ്ങൾക്കുള്ളതാ. മാത്രമല്ല, ആട്ടുംപറ്റം മാത്രമല്ല, അതിനെ നോക്കാനുള്ള ഒരു സർവന്റനെയും ഒരു നോക്കാനുള്ള ആളിനെയും നിങ്ങൾക്ക് തരുന്നതാണ് അല്ലാഹുവേ. അവിടുന്ന് വീണ്ടും ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മാത്രമല്ല ഉമ്മ, നിങ്ങളുടെ കുടുംബത്തിൽ നോക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരാളെ ഞങ്ങൾ നിയമിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലാഹുവേ. അവിടുന്ന് പോകുന്ന സമയത്ത് അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുകയാണ്, എങ്ങനെയാ നടന്നാണോ പോകുന്നത്? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്ന, ഖദീജ നടത്തിവിടല്ലേ ഖദീജ, നടത്തിവിടല്ലേ ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുന്ന മുഹമ്മദ് നബിയോട് പറയുന്നു, ഇല്ല ഇല്ല, ഉമ്മാനെ നടത്തിവിടില്ല. ഉടനെ ജനങ്ങളെ വിളിച്ചുകൊണ്ട് നല്ലൊരു മുന്തിയ ഒട്ടകം കൊണ്ടുവരൂ. നല്ല മുന്തിയ ഒരു ഒട്ടകത്തെ കൊണ്ടുവന്നു. ആ ഒട്ടകത്തെ വാഹനമാക്കിയാണ് ആ ഉമ്മാനെ പറഞ്ഞു വിട്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അലീമാ ബീവി റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയും ഹബീബായ തങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഭൂമി ലോകത്ത് ഒരു നാശവും നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരില്ല, ഒരു നാശവും കടന്നു വരില്ല. ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് റിസ്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു തരുന്നതാണ്. സ്വാലിഹായ മക്കളെ നിങ്ങൾക്ക് തരുന്നതാണ്. ജീവിതത്തിൽ തരുന്ന അലീമാ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, വൃദ്ധസദനങ്ങളിലേക്ക് മാതാപിതാക്കളെ കൊണ്ട് വലിച്ചെറിയുന്ന ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, നാളെയും നമ്മളും മാതാപിതാക്കളാകേണ്ടവരാണ്. ആ പെണ്ണ്, മാതാപിതാക്കളോടുള്ള മഹത്വം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണേ പെണ്ണുമോള്. ഒരുപാട് മുസീബത്തുകൾ കടന്നു വരികയാണ്. ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് രോഗങ്ങൾ കടന്നു വരികയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു വരികയാണ്. ആ പരീക്ഷണങ്ങളുടെ ഇടയിൽ നമ്മൾ കടന്നു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഗുരുത്തക്കേട് വാങ്ങി വെച്ചാൽ മാതാപിതാക്കളുടെ ശാപം കൂടി ഉണ്ടെങ്കിൽ ദുനിയാവ് നശിച്ചു പോകും പെങ്ങള്, ദുനിയാവ് നശിച്ചു പോകും പെങ്ങള്. അതുകൊണ്ട് അല്ലാഹു, നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ദുആ ചെയ്യ്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യ്, ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാൻ. ഹബീബായ തങ്ങൾ അവിടുന്ന് പറയാ, ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാൻ നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ. ചെറുപ്പത്തിൽ എന്നെ നോക്കിയതുപോലെ സംരക്ഷിച്ചതുപോലെ എന്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.